പതിവില്ലാതെ നമ്മുടെ രാജ്ഭവനിൽ ഒരു RSS സൈദ്ധാന്തികനെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗം നടന്നത്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു ചർച്ചാ വിഷയം. പാകിസ്ഥാന് മേൽ ഇന്ത്യ നേടിയ വിജയം അത് ആഘോഷിക്കുന്നതിനോ അതിനെക്കുറിച്ചൊരു സമ്മേളനം നടത്തുന്നതിനോ തെറ്റൊന്നുമില്ല. അത് രാജ്ഭവൻ വേദിയാകണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇവിടെ സംസാരിക്കാൻ വന്നത് പ്രതിരോധ രംഗത്തെ വിദഗ്ധരാരുമായിരുന്നില്ല. RSSന്റെ സൈദ്ധാന്തികനായ ഗുരുമൂർത്തി ആയിരുന്നു. ഇതിന് ഇപ്പോൾ ഒരു വലിയ വിവാദം കേരള രാഷ്ട്രീയത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. രാജ്ഭവനെ ഒരു രാഷ്ട്രീയ യോഗ വേദിയാക്കി മാറ്റി എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ആ യോഗത്തിൽ സംസാരിച്ച ഗുരുമൂർത്തി നരേന്ദ്രമോദിയെ പുകഴ്ത്തി വാഴ്ത്തി പറഞ്ഞു. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി ഒരാൾ സംസാരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മുൻ സർക്കാരുകളെ, മുൻ പ്രധാനമന്ത്രിമാരെ, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിനെ വളരെ ഇകഴ്ത്തി സംസാരിച്ചു, അല്ലെങ്കിൽ വളരെ താഴ്ത്തി കെട്ടിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതാണ് പ്രതിപക്ഷ നേതാവിന്റെ എതിർപ്പിന് കാരണമായിരിക്കുന്നത്. രാജ്ഭവനുകളിൽ ഇതുപോലെ യോഗങ്ങളോ സെമിനാറുകളോ സിമ്പോസിയങ്ങളോ ഒന്നും നടക്കുന്ന പതിവുള്ളതായി തോന്നുന്നില്ല. കേരളത്തിലെ രാജ്ഭവനിൽ നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇതൊരു പക്ഷേ നമ്മുടെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ഒരു പരിഷ്കാരം ആയിരിക്കാം. പക്ഷേ രാജ്ഭവനുകൾ ഒരു രാഷ്ട്രീയ അഭിപ്രായ വേദിയായി, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു ഉപാധിയായി മാറുന്നത് ഒട്ടും ശരിയല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് ഗവർണർ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം അല്ലെങ്കിൽ മതിപ്പ് കുറയാൻ മാത്രമേ ഇടയാവുകയുള്ളൂ. അതാണ് VD സതീശൻ ചൂണ്ടിക്കാണിച്ചത്. രാജ്ഭവനിലെ ചെലവുകൾ നിർവഹിക്കുന്നത് സർക്കാർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച അവിടെ നടക്കുന്ന സൽക്കാരങ്ങൾ, മറ്റു ചടങ്ങുകൾ, ഇതിനൊക്കെ സംസ്ഥാന സർക്കാരാണ് പണം മുടക്കുന്നത്. വാസ്തവത്തിലൂടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ ചെലവിൽ അവർ കൊടുത്ത പണം ഉപയോഗിച്ച് ഒരു RSS സൈദ്ധാന്തികൻ കേരളത്തിൽ വന്ന് ഒരു പ്രഭാഷണം നടത്തി എന്നൊരു സവിശേഷ സാഹചര്യമാണ്. പക്ഷെ CPM നയിക്കുന്ന മുന്നണി സർക്കാരോ ഇതേപ്പറ്റി കമാന്നൊരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും അഭിപ്രായം പറയുന്ന ആളാണ് നമ്മുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സ്. പക്ഷെ അദ്ദേഹം പോലും ഇത് കണ്ട ഭാവം നടിച്ചിട്ടില്ല. അതേപ്പറ്റി ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ CPMന്റെ നിലപാടുകളെ, അല്ലെങ്കിൽ അവര് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് നടന്നിരിക്കുന്നത്. രാജ്ഭവനിൽ RSSന്റെ ഒരു സൈദ്ധാന്തികൻ വന്നിട്ട് സംസാരിക്കുന്നു, എന്നിട്ട് പോലും നിശബ്ദത പാലിക്കുന്നു. ഒരുപക്ഷെ ഗവർണറുമായിട്ടുള്ള ബന്ധം മോശമാകണ്ട എന്ന് കരുതിയാവണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ മാസവും രാജ്ഭവനിൽ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ നടക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത. അതായത് കൂടുതൽ ഗുരുമൂർത്തിമാര് രാജ്ഭവനിൽ വന്ന് പ്രഭാഷണം നടത്തും. സെനറ്റ് ഹാള്, അതുപോലെ തന്നെ അയ്യങ്കാളി ഹാള്, കോബാങ് ടവർ മുതലായ നഗരത്തിലെ സമ്മേളന വേദികളുടെ തലത്തിലേക്ക് രാജ്ഭവനും ഉയരും. അപ്പോൾ തീർച്ചയായും CPMന്, പിണറായി വിജയന്, MV ഗോവിന്ദൻ മാഷിന് ഇതേക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ടി വരും. അതുവരെ കാത്തിരിക്കാം.